ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ ആണ്. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഡിസ്കൗണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓഫർ റീഡിങ്സ് ആണ് കേട്ടോ. ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇങ്ങനെയുള്ള റീഡിങ്സ് എടുക്കുന്ന സമയത്ത് ജനറൽ റീഡിങ്സ് കാണുമ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് റെസനേറ്റ് ആവാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ അവർ ചെയ്യുമ്പം നിങ്ങൾക്കത് സാധിക്കാത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കോള് വരും, മെസ്സേജ് വരും എന്നൊക്കെ റീഡിങ്സിൽ പറയുന്നുണ്ടെങ്കിൽ, ഇതുപോലെ കളക്റ്റീവ് റീഡിങ്സിൽ യൂട്യൂബേഴ്സ് ഇതുപോലെയുള്ള ഇങ്ങനെ കാണുമ്പം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സാധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ഇങ്ങനെയുള്ള റീഡിങ്സ് കാണുന്ന സമയത്ത് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് ഒന്ന് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഇങ്ങനത്തെ ജനറൽ ആയിട്ടുള്ള കളക്റ്റീവ് ആയിട്ടുള്ള റീഡിങ്സ് ഒക്കെ കാണാൻ. ഓക്കെ, അപ്പോഴേ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് കണക്റ്റ് ആവുമെങ്കിലും ആ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സാധിച്ചു കിട്ടത്തുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ? കിങ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. ഫൈവ് ഓഫ് വൺസ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് അവരുടെ കറൻറ്റ് എനർജി ബേസ് ചെയ്ത് ഇപ്പം ഈ പേഴ്സണ് മെൻ്റൽ ക്ലാരിറ്റി വന്നിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പം അവർക്ക് ഇത്രയും ദിവസം അവർക്കൊരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല, അതായത് അവർക്കൊരു ബാലൻസ് കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം. ഇപ്പം അവർക്ക് ആ ഒരു ബാലൻസ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അവർ ബാലൻസിലേക്ക് വന്നതായിട്ട് പറയാം. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ, ഇവിടെ എനിക്ക് കിങ് ഓഫ് പെൻഡക്കിൾ എന്ന കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ബിസിനസ് എന്തെങ്കിലും നമുക്ക് ഡൗൺ ആവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ മാറിയിട്ടുണ്ട്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവർ വളരെയധികം ഒരു ബിസിനസ് എല്ലാം ഹൈ പൊസിഷനിൽ, അല്ലെങ്കിൽ ഇവർ ഇരിക്കുന്ന ഒരു സീറ്റിൽ നിന്ന് പ്രമോഷൻ കിട്ടുക, ഒരു അബൻഡൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, കംഫർട്ട് ആയിട്ടുണ്ട് ഈ പേഴ്സൺ, ഇപ്പം ബാലൻസ് വന്നിട്ടുണ്ട് അവർക്ക്. ആൻഡ് ഫസ്റ്റ് വന്നിട്ടുള്ള കാർഡും അത് തന്നെയാണ്. സോ ഈ പേഴ്സൻ്റെ ഹൃദയമെല്ലാം ഇപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിച്ചു തരുന്ന കാർഡ്സ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇവർ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും അവർക്ക് വളരെയധികം റഫായിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അവർക്ക് വളരെയധികം നിങ്ങളടുത്ത് വളരെ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെയിൻഫുൾ ആക്കിയിട്ടുണ്ടാകാം നിങ്ങളെ, അവരുടെ പല സ്വഭാവങ്ങളും. ഓക്കെ, ഇപ്പം അങ്ങനെയൊന്നുമില്ല. അവർ മനസ്സലിഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇപ്പം അവർ ബാലൻസ്ഡ് ആണ്. അവർക്കൊരു മെൻ്റൽ ക്ലാരിറ്റി വന്നിട്ടുണ്ട്, സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾ എന്ന കാർഡ് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്തു, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പേഴ്സൺ. ഇവരുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് മനസ്സിലായി ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. അതായത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതുമാകട്ടെ, ദാറ്റ് മീൻസ് നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വളരെയധികം ക്ലോസ് ആയിട്ടുള്ള, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ഈ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട കടമകൾ എന്താണ് എന്നുള്ള റെസ്പോൺസിബിലിറ്റി അവർ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ അവരുടെ മനസ്സ് വളരെയധികം സ്മൂത്തായിട്ട് അല്ലെങ്കിൽ മനസ്സലിഞ്ഞു നിൽക്കുന്ന ആ ഒരു ഹാർട്ട് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കാണുന്നത്. ഓക്കെ, എനിക്ക് കൂടുതലായിട്ടും കരിയർ ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ സിറ്റുവേഷൻ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇവർ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇവർ
ഫിനാൻഷ്യലി ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് സിറ്റുവേഷൻ ബേസ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. സോ അതിനെല്ലാം അവർക്കൊരു റിസൾട്ട് കിട്ടി എന്നുള്ളതാണ്. കാരണം ഇവർ ഗുഡ് ഇൻവെസ്റ്റ്മെൻ്റാണ് ചെയ്തിട്ടുള്ളത്. അതായത് നല്ല രീതിക്കാണ് ഇവർ മൂവ് ചെയ്തിട്ടുള്ളത്. ഇവർ പോയിട്ടുള്ള ഓരോ പാത്ത് അല്ലെങ്കിൽ ഓരോ വഴികളിലും ഇവർ നല്ലത് മാത്രമാണ് ചെയ്തു പോയുള്ളത്. അതായത് കരിയർ ബേസ് ചെയ്തിട്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ എന്തും ചെയ്തതായിക്കോട്ടെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വേറെ എന്തും ആയിക്കോട്ടെ, ഇവിടെ കൂടുതൽ എനർജിയും വരുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് അവരുടെ ജോലിയിൽ, അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു കരിയർ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിലെല്ലാം ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രഗിളിങ് അവസ്ഥ ഇപ്പോൾ മാറിയിട്ട് അവർക്കൊരു സ്റ്റെബിലിറ്റി വന്നതായിട്ടാണ്. ഓക്കെ, കൂടുതൽ എനർജിയും അങ്ങനെയാണ് വരുന്നത്. ആൻഡ് ഇവിടെ 5 ഓഫ് വൺസ് എന്ന കാർഡാണ് പിന്നെ വന്നിട്ടുള്ളത്. ഇവരുടെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ഈ പേഴ്സണ് ഈഗോ ഉള്ളതായിട്ട് കാണിക്കുന്നു. ഓക്കെ, ഇവർ കോമ്പറ്റീഷൻ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. കോമ്പറ്റീഷൻ മീൻസ് ഇവർ മേ ബി ഈ ഒരു സ്റ്റെബിലിറ്റി വന്ന സമയത്ത് ഇവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. എന്തെങ്കിലും ഒന്ന് നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ബ്ലോക്ക് മാറ്റിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു റെസ്പോണ്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇവരങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടാകും. പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. കാരണം നിങ്ങളിവിടെ നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കുന്നുണ്ടാകും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അതിനൊരു ആൻസർ തരാൻ അല്ലെങ്കിൽ ആൻസർ കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടാവില്ല. കാരണം നിങ്ങളെ അത്രത്തോളം ഇവിടെ ഡൗൺ ചെയ്തിട്ടുണ്ടാകാം ഈ പേഴ്സൺ കാരണം നിങ്ങൾ അത്രത്തോളം വേദനിച്ചിട്ടും ഉണ്ടാകും. സോ അതുകൊണ്ടായിരിക്കാം ഈ പേഴ്സൺ ഇവിടെ നിങ്ങൾ ചെയ്തത് എന്താണോ അതുപോലെ ഇനിയിപ്പം എന്തായാലും വേണ്ട, വരുമ്പോൾ വരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതുപോലെ തിരിച്ച് ചെയ്യാനുള്ളൊരു എനർജിയൊക്കെ അവരിവിടെ കാണിക്കുന്നത് അതുകൊണ്ടാണ്. ഈഗോ കാണിക്കുന്നുണ്ട്. ഓക്കെ, അല്ലാതെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇവരുടെ കറണ്ട് സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റെബിലിറ്റി, അവരുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. ബട്ട് റിലേഷൻഷിപ്പിൽ നോക്കുമ്പം ഈ പേഴ്സൺ ഈഗോ വെക്കുകയാണ്. ഓക്കെ, അവർ ഈഗോ വെക്കുകയാണ്. നിങ്ങൾ വരട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ ഈഗോ വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പെരുമാറിയതുപോലെ ഇനിയിപ്പോൾ വേണ്ട, ഇങ്ങോട്ട് തന്നെ വരട്ടെ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന ഒരവസ്ഥ. ഓക്കെ, ആൻഡ് ഇവിടെ ഹോപ്പിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഇവർക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ അവരുടെ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു. ആ സിറ്റുവേഷൻ അവിടെ എന്തോ ആയിക്കോട്ടെ അത് മാറ്റി വെക്കുക. അല്ലാതെ നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പിൽ അവർ ഒരുപാട് ഹോപ്പ് വെക്കുന്നു. നിങ്ങൾ വരും, നിങ്ങളിപ്പോൾ എങ്ങനെയും ബിഹേവ് ചെയ്തോട്ടെ, അവർ പെരുമാറിയതുപോലെ റഫായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ വേണ്ടാന്നുള്ള രീതിയിൽ സംസാരിച്ചാലൊന്നും ഇവരെ സംബന്ധിച്ച് ഇവർ ഹോപ്പ് വെക്കുകയാണ്. നിങ്ങൾ വരും എന്നുള്ള രീതിയിൽ തന്നെ. ഓക്കെ, ആ പ്രതീക്ഷ അവർക്കുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ 3 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഇത് ഹാർട്ട് ബ്രോക്കണിൻ്റെ കാർഡാണ്. ഹാർട്ട് ബ്രോക്കൺ, അതുപോലെ തന്നെ അവർക്ക് ഹാർട്ട് ബ്രേക്ക് ആവുന്നൊരു കാര്യം, ഇമോഷണൽ പെയിൻ, അങ്ങനെയൊക്കെയുള്ളതാണ് കാണിക്കുന്നത്. സോ അപ്സെറ്റാണ്. ഇവർക്ക് ഇപ്പം ഇല്ലാത്തൊരു സ്റ്റെബിലിറ്റി ഇവർക്ക് കിട്ടി. ഓക്കെ, ഇനിയിപ്പം നിങ്ങളുടെ ഇതിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വ്യക്തികളോ ഇതുപോലെ ഇങ്ങനത്തെ സിറ്റുവേഷനൊന്നും അല്ല, കരിയർ ബേസ് ചെയ്ത് ജോബ് ബേസ് ചെയ്തിട്ടൊന്നും അല്ല. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ആണെങ്കിൽ മനസ്സിലാക്കുക, അവർക്ക് ആ ഒരു കാര്യത്തിൽ സ്റ്റെബിലിറ്റി കിട്ടി. അതായത് അവർക്ക് മെൻ്റൽ ക്ലാരിറ്റി ഓൾറെഡി അവർക്ക് കിട്ടി. പക്ഷേ നിങ്ങളുടെ കാര്യത്തിലാണ് ഇവിടെ പ്രശ്നമായി നിൽക്കുന്നത്. സോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ പെയിൻ ചെയ്യുന്നുണ്ട്, അവരെ വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് പോകുന്നുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം കാര്യത്തിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആയിട്ടുണ്ടാകാം, വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാകാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ പേഴ്സൺ ഇത് വളരെയധികം ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അവർ സഫർ ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പിൽ. ബാക്കി കാര്യങ്ങൾക്ക് സ്റ്റെബിലിറ്റി ആണ്, ബട്ട് ഈ റിലേഷൻഷിപ്പിൽ മാത്രം അവർ കുറച്ചൊന്ന് സ്ട്രഗിളിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിനെങ്ങനെ മാറ്റിയെടുക്കണം എന്നുള്ള രീതിയിൽ ന്യൂ ഐഡിയാസുകൾ അവർക്ക് വരുന്നുണ്ട്. അവർ ഇൻഫർമേഷൻ, മെസ്സേജ്, കോണ്ടാക്ട്, മേ ബി ഐ തിങ്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ കിട്ടാം. ഓക്കെ, കാരണം ഈ ഒരു സ്റ്റെബിലിറ്റി വന്നപ്പോൾ തന്നെ ഇവരെല്ലാ തരത്തിലും എല്ലാം റിയലൈസ് ചെയ്യുന്നുണ്ട്. റിഗ്രറ്റ് അല്ല, റിയലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിന്ന് നോക്കിയത് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷനാണ്. ഓക്കെ, ഈ സിറ്റുവേഷൻ നോക്കുമ്പോൾ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക്
സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് അവരുടെ സ്റ്റെബിലിറ്റി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് പാസ്റ്റിൽ, അതായത് കഴിഞ്ഞു പോയ സമയങ്ങളിൽ നിങ്ങൾക്ക് വേദനിക്കേണ്ടി വന്നത്. ഈ പേഴ്സണ് മെൻ്റൽ ക്ലാരിറ്റി ഇല്ല, ആ സമയത്ത് നിങ്ങൾക്ക് വേദനിക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പം അവർക്ക് മെൻ്റൽ ക്ലാരിറ്റി കിട്ടി, അവർക്ക് ഒരു സ്റ്റെബിലിറ്റി വന്നു, അവർ പോസിറ്റീവായി. പക്ഷേ നിങ്ങൾ ഒരുപാട് വേദനിച്ചത് കൊണ്ട് തന്നെ മേ ബി നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാകാം. പക്ഷേ ഈ പേഴ്സണെ സംബന്ധിച്ച് ഇപ്പം സ്റ്റെബിലിറ്റി വന്നപ്പം അവർക്ക് നിങ്ങളെ വേണം എന്നുള്ള എനർജിയാണ്. ഓക്കെ, ഇത് ഞാൻ ഒരിക്കലും ചീറ്റിംഗ് എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്, സ്വീകരിക്കേണ്ടതും അല്ലാതെ റിജക്റ്റ് ചെയ്യേണ്ടതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സോ നമ്മൾക്ക് സിറ്റുവേഷൻ നോക്കിയപ്പോൾ തന്നെ അവരുടെ സ്നേഹം ഈ കാർഡ്സിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സ്നേഹമുള്ള ഒരാളാണെന്നുള്ളത്. നെക്സ്റ്റ് ആക്ഷന് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ആ പേഴ്സൺ. ഓക്കെ, അപ്പം ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കറൻറ്റ് ഫീലിങ്സ് ആണോ, കറൻറ്റ് എനർജി ആണോ, സിറ്റുവേഷൻ ആണോ, നെക്സ്റ്റ് ആക്ഷൻ ആണോ, റിയൂണിയൻ ആണോ, ഏതാണോ ബെറ്റർ എന്ന് തോന്നുന്നത് കമൻറ്റ് ചെയ്യുക. ഞാനത് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് കണ്ടൻ്റായിട്ട് ചെയ്യാം. ഓക്കെ.